ഫ്രണ്ട്സ്, അപ്പോൾ 2020 ഏറ്റവും കൂടുതൽ ഹിറ്റായ കസ്റ്റം റോംസിൽ ഒന്നാണ് കോറസ് OS. ഗെയിമേഴ്സിൻ്റെ ഇടയിലായിരുന്നു കോർവസിന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിവിടെ ഓക്സിജൻ OSനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ 2-3 കമൻറ്റ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കോർവസ് OS ആണോ ഓക്സിജൻ OS ആണോ ഗെയിമിങ്ങിന് ബെറ്റർ എന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഞാൻ അങ്ങനെ കോറസ് OS നമ്മുടെ പോക്കോ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോർവസ് OS നമ്മുടെ പോക്കോ ഐഫോണിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിനകത്ത് എത്രത്തോളം ബാറ്ററി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പഴയ ആ ഒരു ഗെയിമിംഗ് കിങ് തന്നെയാണോ കോറസ് OS എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് കോറസിൻ്റെ December 30th റിലീസ് ചെയ്തിട്ടുള്ള ബിൽഡാണ്. ഇതിൻ്റെ മെയിൻറ്റെയിനറിൻ്റെ പേര് സായ് കിരൺ എന്നാണ്. അതുപോലെ തന്നെ ഇത് Android 10 ബേസ് ചെയ്തിട്ടുള്ള റോമാണ്. ആൻഡ് ഇതിനകത്ത് December 5 സെക്യൂരിറ്റി പാച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് January 30th ബിൽഡ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു റോം നിങ്ങൾ ട്രൈ ചെയ്യേ വേണ്ട, കാരണം അത് ഭയങ്കര ശോകം ബിൽഡാണ്. ഒരുപാട് ഇഷ്യൂസൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് December 30th ബിൽഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളിന്ന് അതിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു റോമിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു റോമിനെ പറ്റി ആദ്യമേ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ലുക്സാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അതിൻ്റെ ബൂട്ട് ആനിമേഷൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാവിഗേഷൻ ബാറിൻ്റെ മുകളിലായിട്ട് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അവിടെ വിഷ്വലൈസേഷൻ ഇങ്ങനെ കാണിക്കും. അതിൽ കളർ സൈക്കിൾ ഫീച്ചറും വരുന്നുണ്ട്. അത് നമ്മുടെ ലോക്ക് സ്ക്രീനിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും അവൈലബിൾ ആണ്. സാധനം കാണാൻ ഒരു പ്രത്യേകതരം വൈബാണ്. അത് കഴിഞ്ഞിട്ട് കസ്റ്റമൈസേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീം എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് റേവൻ സ്ലെയർ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് ഫുൾ നമുക്ക് ഫോണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് ഇതിലുണ്ട്. സോ നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കി ചെയ്യുക, കാരണം വളരെ കൺഫ്യൂസിങ് ആയിട്ടാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. വളരെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി നോക്കണം. പിന്നെ നമ്മൾ ഓക്സിജൻ OSൽ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ് ഹൊറൈസൺ ലൈറ്റിംഗ്. അതിനെ മച്ച് ബെറ്റർ ആയിട്ടും കസ്റ്റമൈസബിൾ ആയിട്ടും ഇവിടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോട്ടോ ഡിവൈസസിൻ്റെ ഡോൾബി ഓഡിയോ ആപ്പ് ഇതിലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും പിന്നെ സ്പീക്കറിലും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പഴയ വെർഷനാണ്. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ നമുക്കിതിനകത്ത് ഗെയിമിംഗ് മോഡ് അവൈലബിൾ ആണ്. പക്ഷേ ബൂസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നോട്ടിഫിക്കേഷൻസും ജസ്റ്റേഴ്സും ബ്ലോക്ക് ചെയ്യുമെന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഒരു ഫീച്ചർ എന്ന് പറയാൻ പറ്റൂ. പിന്നെ സേഫ്റ്റി നെറ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് ഫെയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ പാസ്സാക്കാനായിട്ട് സേഫ്റ്റി നെറ്റിൻ്റെ ഫിക്സ് ഫയൽ ഫ്ലാഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാങ്കിങ് ആപ്സൊക്കെ ഉപയോഗിക്കാം. അവസാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു റോമിൻ്റെ സ്മൂത്ത്നെസ് ആണ്. ഓക്സിജൻ OSുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്മൂത്ത്നെസ് ആണ് കോറസ് OSന് വന്നിട്ടുള്ളത്. സാധനത്തിൻ്റെ ആപ്പ് ഓപ്പണിങ്, റെസ്പോൺസ് ടൈം, ഫാസ്റ്റ്, സ്പീഡ്, സ്മൂത്ത് എല്ലാം എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ് UIയുടെ കാര്യം. അടുത്തതായിട്ട് ഒരു കാലത്ത് ഗെയിമിംഗ് കിങ് ആയിരുന്ന കോറസ് OS ഇപ്പോഴും ഗെയിമിംഗ് കിങ് തന്നെയാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റോമിനകത്ത് സ്റ്റോക്കായിട്ട് സിൽവർ കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേണലാണ് വരുന്നത്. അതിൽ അത്യാവശ്യം ലാഗും ഇഷ്യൂസും ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനകത്ത് DHGയുടെ 4.0+ സൂപ്പർ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡഡ് കേണലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു 55 to 60 FPS ആണ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം കിട്ടുന്നത്. പിന്നെ ചില സമയങ്ങളിൽ FPS ഡ്രോപ്പ് ആവും. ഡ്രോപ്പ് ആയാലും ഒരു 52 അല്ലെങ്കിൽ 54 FPS വരെയൊക്കെ ഡ്രോപ്പ് ആവത്തുള്ളൂ. ആൻഡ് അപ്പം തന്നെ വിത്തിൻ ഒരു സെക്കൻഡിനകത്ത് തന്നെ സാധനം റിക്കവർ ചെയ്ത് വരും. കസ്റ്റം റോംസ് കളിക്കുകയാണെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ പെർഫെക്റ്റും സ്റ്റേബിളുമായിട്ടുള്ളൊരു FPS ആണ് ഈ ഒരു കോറസ് OS റോമിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി ബുള്ളറ്റ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ എയിം അസിസ്റ്റിൻ്റെ ഇഷ്യൂസോ ഒന്നും നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നില്ല. എല്ലാം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റോമിൽ വർക്ക് ചെയ്യുന്നത്. സോ കോമ്പറ്റീറ്റീവ്സ് കളിക്കുന്നവർക്കും അത്യാവശ്യം ട്രൈ ചെയ്യാൻ പറ്റിയ റോം തന്നെയാണ്. അവസാനമായിട്ട് നമ്മളിവിടെ ഹീറ്റ് ത്രോട്ട്ലിംഗ് ചാർട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു റോമിനകത്ത് ഹീറ്റ് ത്രോട്ട്ലിങ്ങിൻ്റെ ഇഷ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു റോമിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സിൽവർ കോർ എന്ന് പറഞ്ഞ കേണലാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. അതിൽ നമുക്കൊരു 8 to 10 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ യൂസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. സോ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മുടെ കോറസ് OS ഇപ്പോൾ കറൻ്റ് സ്റ്റോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിൽ DHGയുടെ 4.0+ സൂപ്പർ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡഡ് കേണൽ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് 12 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ദിവസം ഒറ്റ ചാർജിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഉള്ളൂ. പോക്കോ ഐഫോണിനകത്ത് അടിപൊളി ബാറ്ററി ബാക്കപ്പാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോഴും ഞാൻ ഈ ഒരു ബാറ്ററിയുടെ റീസണിൽ എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോറസ് OSൻ്റെ ബിൽഡ്.
അപ്പം നമ്മുടെ ഓക്സിജനോയ്സിൻ്റെ ബിൽഡുകൾ വരുന്നത് പോലെ ഇത് 100% ബഗ്ലെസ് അല്ല, ഇതിനകത്ത് ബഗ്ഗുകളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ ഹോട്ട്സ്പോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബഗ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫോണിൽ, നമ്മുടെ പോക്കോ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി വേറൊരു ഫോൺ നമ്മുടെ പോക്കോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിവൈസാണ് കണക്ട് ചെയ്തത്, എത്ര ഡിവൈസാണ് കണക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ ഹോട്ട്സ്പോട്ട് ഓണെന്ന് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് വേറെ ആരെങ്കിലും ഉപയോഗിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാനോ അവരെ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് വിടാനോ പറ്റത്തില്ല. അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫേസ് അൺലോക്ക്, IR ഫേസ് അൺലോക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ സാധനം കുറച്ച് സ്ലോ ആണ്. നമ്മുടെ നോർമൽ ഫേസ് അൺലോക്കിനേക്കാളും വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു റോമിനകത്ത് IR ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് NGK അഥവാ നോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കേണൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ചില സമയങ്ങളിൽ കംപ്ലീറ്റ്ലി ഫ്രീസായി പോകും. പിന്നെ നമ്മൾ പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഫോഴ്സ് റീബൂട്ട് ചെയ്താൽ മാത്രമേ ഫോൺ പിന്നെയും വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതൊരു മാരകമായ ബഗ്ഗാണ്. സോ നിങ്ങൾ ഈ ഒരു റോമിനകത്ത് നോ ഗ്രാവിറ്റി കേണൽ ഇടാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തേക്കാം. NGK കേണൽ ഈ ഒരു വെർഷനകത്ത് ചില ബഗ്ഗുകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കുറേ അധികം മിസ്ലേനിയസ് ആയിട്ട് അവിടെ എവിടെയും ചെറിയ ചെറിയ ബഗ്ഗുകളുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനെ കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ചില സമയങ്ങളിൽ വരാം. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു കോറസ് OSനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു AOSP റോം ട്രൈ ചെയ്യണം എന്ന് താല്പര്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റോമാണ് കോറസ് OSൻ്റെ December 10 ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബിൽഡ്. കാരണം ആ ലെവൽ UI സ്മൂത്ത്നെസ് ആവട്ടെ, ബാറ്ററി ബാക്കപ്പ് ആവട്ടെ, ഈവൻ പെർഫോമൻസ് ആവട്ടെ, എല്ലാം ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഗെയിമേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ആ ഒരു പെർഫോമൻസ് കിങ് അല്ലെങ്കിൽ ഗെയിമിംഗ് കിങ് എന്ന് നമുക്കിപ്പോൾ വിളിക്കാനായിട്ട് പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു റോം തരുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മുടെ ആദ്യം ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഓക്സിജനോയ്സ് ആണോ ബെറ്റർ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കോറസ് OS ആണോ ബെറ്റർ എന്നുള്ളത്. അതിലെനിക്ക് പറയാനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഓക്സിജനോയ്സിനകത്ത് കസ്റ്റം കേണലിൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനകത്ത് എല്ലാം സ്റ്റോക്കായിട്ട് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ജീനോസ് കേണൽ ആഡ് ചെയ്യുക. അപ്പം ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജനോയ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിന് സേഫാണ്. നമ്മൾ ഒരുപാട് ട്വീക്സോ മോഡിങ്ങോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്സിജനോയ്സ് തന്നെ ഉപയോഗിക്കുക. അതിനകത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ കോറസിൻ്റെ കേസ് എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് എന്ത് മോഡ് വേണമെങ്കിലും ചെയ്യാം, ഏത് കേണൽ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഏത് തെർമൽസ് മാറ്റാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുഴുവൻ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെർഫോമൻസ് ഓക്സിജനോയ്സിനേക്കാളും ഒരു പടി മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ലൈഫ് അതുപോലെ തന്നെ കുറയും. ഓക്കെ, അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ഫോൺ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണോ അതോ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വേണോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് റോം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻ്റെ പേ ആണ്. ഈ ഒരു റോം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഇതിനെ പറ്റിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.